ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുക. അതിൽ കവിഞ്ഞ ഏതെങ്കിലും വലിയ ഗുരുതരാവസ്ഥയൊന്നുമില്ല. നല്ല ജാഗ്രത പാലിക്കാൻ ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നല്ല തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. രാവിലെ ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള DDMA യോഗം ചേർന്നിരുന്നു. ഇന്ന് 6 മണിക്ക് വീണ്ടും DDMA യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. അപകടകരമായ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും പ്രദേശത്തിന്റെ സ്വഭാവം അതാണ് എന്നുള്ളത് കൊണ്ട് നല്ല ജാഗ്രത ഉണ്ടാകുന്നത് നന്നായിരിക്കും. ബെയിലി പാലത്തിനപ്പുറത്തേക്ക് പുഴ ദൃശ്യമാറി ഒഴുകിയിട്ടുണ്ട്. ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ആളുകളുടെ പ്രതിഷേധം അതായിരിക്കില്ല. പുഴ വഴിമാറി ഒഴുകിയത് അതുമായി ബന്ധപ്പെട്ടല്ല. പുഴ വഴിമാറുകയല്ല. 3 സ്ട്രീമുള്ളതിൽ ഒരു സ്ട്രീമിൽ വെള്ളം വേണ്ടത്രയില്ല. പക്ഷെ 2 സ്ട്രീമിലൂടെ വെള്ളം വരുന്നുണ്ട്. ആ വിധത്തിൽ വെള്ളം പെയ്തതുകൊണ്ട്, മഴ നല്ലതുപോലെ പെയ്തതുകൊണ്ട് വെള്ളം നന്നായി ഒഴുകുന്നതല്ലാതെ പേടിപ്പിക്കാവുന്ന സ്ഥിതിവിശേഷമൊന്നുമില്ല. ഒഴുകുന്ന വെള്ളം കാണിച്ചുകൊണ്ടാണ് പല പ്രയാസങ്ങളും പറയുന്നത്. ആ വിധത്തിലില്ല. പക്ഷെ നല്ല ജാഗ്രത ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ആളുകൾ മുഴുവൻ അങ്ങോട്ട് ജോലിക്ക് പോകുന്ന കാര്യം പ്രത്യേകമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ഇല്ലാതെ ചെയ്യരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ വേറെ അപകടകരമായിട്ടുള്ള വസ്തുതകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല ജാഗ്രതയുണ്ട്. ഉദ്യോഗസ്ഥന്മാരോട് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജനപ്രതിനിധികളോട് ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെയായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചിരുന്നു. നല്ല ജാഗ്രത പ്രദേശങ്ങളിൽ പാലിക്കാൻ, പ്രത്യേകിച്ച് 10, 11, 12 വാർഡുകൾ ഉൾപ്പെടുന്ന പുഞ്ചിരി മുറ്റവും ഉണ്ടക്കയും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന ചൂരൽമല പ്രദേശത്ത് നല്ല ശ്രദ്ധയുണ്ടാകണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം അവർ ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഈ ഡെയിലി 300 രൂപ വെച്ച് 9,000 രൂപ അവർക്ക് ഈ ദുരന്തബാധിതർക്ക് നൽകണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വരാൻ വൈകി എന്നവർ പറയുന്നുണ്ട്. അത്ര ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വരാൻ വൈകിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നോക്കാം. ഡെയിലി 300 രൂപ വെച്ചിട്ടുള്ള ജീവനോപാധി ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട്. 3 മാസമായിരുന്നു ആദ്യം വിതരണം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 9 മാസത്തേക്ക് തുടർന്നത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ജീവനോപാധി വിതരണം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ജോലിയില്ലാതെ അവിടെ ഇരിക്കേണ്ടി വരുന്ന ആളുകൾക്കാണ്. ആ വിധത്തിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിച്ചായി പറയുന്നത്. DDMAയോട് ആ കാര്യം വൃത്തിയായിട്ട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രയാസമൊന്നുമില്ല. 300 രൂപ വെച്ചിട്ടുള്ള ജീവനോപാധി സാധാരണ 3 മാസത്തേക്കാണ് കൊടുക്കുക. ഇത് 12 മാസത്തേക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ക്യാമ്പിൽ പോയ ആളുകൾക്ക് കൊടുത്തിരുന്നു. പിന്നീട് ജോലിക്ക് പോയി തുടങ്ങുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകൾക്ക് കൊടുക്കാതെ വന്ന ചില അനുഭവങ്ങളുണ്ട്. അതിൽ അർഹരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാകില്ല. അത് ബന്ധപ്പെട്ട നിർദ്ദേശം ജില്ലാ കളക്ടർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്തിട്ടുണ്ട്. റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് കനത്ത മഴയുണ്ടാവുകയും അവിടെ വലിയ രീതിയിൽ വെള്ളം കുത്തിയൊഴുകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അവിടെ പേടിക്കേണ്ട സ്ഥിതിവിശേഷം അവിടെ കാലാവസ്ഥ സംബന്ധിച്ചില്ല, മറ്റ് സാഹചര്യങ്ങൾ സംബന്ധിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പക്ഷേ ബെയിലി പാലം കടന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അവിടെ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അതിന് പ്രത്യേകമായ അനുമതി വേണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഈ സവിശേഷമായ കാലാവസ്ഥയുടെ സാഹചര്യത്തിലാണ് അത് വരുന്നത്. മാത്രമല്ല ജീവനോപാധി വിതരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ആക്ഷേപമായി ഉയർന്നിരുന്നു. അതിനുള്ള പ്രതികരണം കൂടി അദ്ദേഹം നടത്തുകയാണ്. ജീവനോപാധി വിതരണം നടക്കുന്നുണ്ട്, എണ്ണം കുറഞ്ഞോ എന്നുള്ളത് പരിശോധിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു വെക്കുന്നു.